താപത്യതന്ത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഋഷ്യശൃംഖനെ വശപ്പെടുത്തി അംഗരാജ്യത്ത് കൊണ്ടുവന്ന് മഴ പെയ്യിപ്പിച്ച വൈശാലിയുടെ കഥ നമ്മളേവരും സിനിമയിലൂടെയും മറ്റും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവാം. അത് പൗരാണിക കഥാപാത്രമായ വൈശാലി. എന്നാൽ വൈശാലി എന്ന പ്രസിദ്ധമായൊരു നഗരമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ഈ നഗരത്തിൻ്റെ ഐതിഹ്യം എത്ര പേർക്കറിയാം? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വൈശാലിയുടെ കഥയും അതോടൊപ്പം തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് കട്ടിലിൽ തലതിരിഞ്ഞ് കിടന്നുറങ്ങരുതെന്ന് പറയുന്നതിൻ്റെ കാരണമെന്നും നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ കഥ തുടങ്ങാം. പണ്ട് കൃതയുഗത്തിൻ്റെ ആരംഭത്തിൽ ദേവന്മാരും അസുരന്മാരും സ്നേഹമുള്ള സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് വസിച്ചു വന്നിരുന്നു. അവർ യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ തന്നെയാണ്. ദേവന്മാരും അസുരന്മാരും രണ്ടുപേരും കശ്യപ മഹർഷിയുടെ സന്താനങ്ങളാണ്. ദേവന്മാർ അദിതി എന്ന ഭാര്യയിലുണ്ടായതും അസുരന്മാർ ദിതി എന്ന ഭാര്യയിൽ ഉണ്ടായവരുമാണ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ രണ്ടു കൂട്ടരും കൂടി ചേർന്ന് പാലാഴി മഥനം നടത്തി. മന്ദരപർവ്വതത്തെ കടക്കോലാക്കി നാഗരാജാവായ വാസുകിയെ കയറാക്കി പാലാഴിയെ മഥനം ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് ആദ്യം ധന്വന്തരിയും ഒപ്പം അനേകം അപ്സരസുമാരും ഉയർന്നു വന്നു. പിന്നീട് ഐരാവതം എന്ന ആനയും ഉച്ചൈസ്രവസ് എന്ന കുതിരയും വന്നു. ഐരാവതത്തെ ദേവരാജനായ ഇന്ദ്രനും ഉച്ചൈസ്രവസിനെ അസുരരാജാവായ ബലിയും സ്വീകരിച്ചു. പിന്നീട് ദേവി ലക്ഷ്മിയും കൗസ്തുഭമെന്ന അപൂർവ രത്നവും കടലിൽ നിന്നും ഉയർന്നു വന്നു. ഇവ രണ്ടും ശ്രീ മഹാവിഷ്ണു സ്വീകരിച്ചു. പിന്നീട് വീണ്ടും കുറേ രത്നങ്ങൾ കടലിൽ നിന്നും ഉയർന്നു വന്നു. അവസാനം മഥനത്താൽ ക്ഷീണിതനായ വാസുകി ഹാലാഹലം എന്ന കാളകൂട വിഷം ഛർദ്ദിച്ചു. ആ വിഷത്തിൻ്റെ പ്രഭാവത്താൽ സൃഷ്ടിയിലെങ്ങും മരണം താണ്ഡവമാടി തുടങ്ങി. അപ്പോൾ ജീവജാലങ്ങളുടെ പ്രാണരക്ഷാർത്ഥം ശ്രീ മഹാവിഷ്ണുവും ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് രക്ഷയ്ക്കായി മഹാദേവനെ പ്രാർത്ഥിച്ചു. ലോകരക്ഷാർത്ഥം മഹാദേവൻ വാസുകിയുടെ വിഷം മുഴുവൻ പാനം ചെയ്തു. ഇത് കണ്ട പാർവതീദേവി വിഷം താഴേക്ക് ഇറങ്ങാതിരിക്കുവാൻ വേണ്ടി പരമശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. തൽഫലമായി കാളകൂട വിഷം പരമശിവന്റെ കണ്ഠത്തിൽ ഘനീഭവിക്കുകയും കണ്ഠം നീലനിറമാവുകയും ചെയ്തു. പരമശിവന് നീലകണ്ഠൻ എന്ന പേര് കിട്ടിയത് ഇങ്ങനെയാണ്. അങ്ങനെ പാലാഴി മഥനം തുടർന്ന് നടന്നു. അപ്പോൾ പാൽക്കടലിൽ നിന്ന് വെണ്ണയെന്ന പോലെ തിങ്കൾക്കല ഉദിച്ചു. കൂട്ടത്തിൽ അമൃതകുംഭവും ഉയർന്നു വന്നു. ഘോരമായ ഹാലാകല വിഷം പാനം ചെയ്ത മഹാദേവന്റെ ശരീരത്തിൽ വിഷത്തിന്റെ താപം ഏൽക്കാതിരിക്കുവാൻ വേണ്ടി തിങ്കൾക്കലയെ മഹാദേവൻ തൻ്റെ ശിരസിന്റെ ആഭൂഷണമാക്കി ധരിച്ചു. മോഹിനിവേഷധാരിയായ ശ്രീ മഹാവിഷ്ണു അമൃതകുംഭം സ്വീകരിച്ചുകൊണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും സമമായി ഭാഗിച്ചു നൽകാം എന്ന വ്യവസ്ഥയുണ്ടാക്കി. പിന്നീട് തൻ്റെ മായയാൽ മോഹിനി ദേവന്മാർക്ക് അമൃതും അസുരന്മാർക്ക് സുരയും വിളമ്പി. അമൃതം പാനം ചെയ്ത ദേവന്മാർ അമരന്മാരായി തീർന്നു. തങ്ങൾക്ക് പാനം ചെയ്യാൻ നൽകിയത് സുരയാണെന്ന് മനസ്സിലാക്കിയ അസുരന്മാർ ഇതിൽ അമർഷം പൂണ്ട് ദേവന്മാരുമായി പലവിധ ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെട്ടു തുടങ്ങി. അമരന്മാരായ ദേവന്മാർ ചേർന്ന് ദുഷ്ടന്മാരായ അസുരന്മാരെയെല്ലാം വകവരുത്തുവാൻ തുടങ്ങി. അതിഥിയുടെ മക്കളായ ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും തൻ്റെ മക്കളായ അസുരന്മാരെ കൊന്നു തള്ളുന്നുവെന്ന കാര്യം മനസ്സിലാക്കിയ അസുരമാതാവായ ദിതി മനസ്താപത്തോടെ തൻ്റെ ഭർത്താവായ കശ്യപ മഹർഷിയെ കണ്ട് സങ്കടമുണർത്തിച്ചു. എൻ്റെ മക്കളെ വകവരുത്തുന്ന ഇന്ദ്രനെ വധിക്കത്തക്ക വിധം ബലവാനായ ഇന്ദ്രഹന്താവായ ഒരു മകൻ തനിക്ക് ജനിക്കണം. ദിതിയുടെ ആഗ്രഹം കേട്ട കശ്യപ പ്രജാപതി 1000 വർഷം തപം ചെയ്ത് ശുദ്ധയായി തീർന്നാൽ സന്താനലാഭം സിദ്ധിക്കുമെന്ന് വരം നൽകിയ ശേഷം ധ്യാനത്തിനായി മറ്റ് ഋഷിമാരോടൊപ്പം യാത്രയായി. അങ്ങനെ നല്ല ഉത്തമമായൊരു സ്ഥാനം തിരഞ്ഞെടുത്ത് അവിടെ കുശപ്പുല്ലുകൾ നിരത്തി അതിലിരുന്ന് ദിതി ഘോരമായ തപസ് തുടങ്ങി. ഈ കാലമത്രയും തപസ്സിനായി ആവശ്യമായ അഗ്നിച്ചമതകൾ, ദ്രവ്യങ്ങൾ, ഫലങ്ങൾ, പുഷ്പങ്ങൾ, ജലം എന്നിങ്ങനെ ദിതി ആവശ്യപ്പെട്ടതെല്ലാം എത്തിച്ചു കൊടുത്ത് ദേവരാജനായ ഇന്ദ്രൻ ദിതിയെ പരിചരിച്ചു പോന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവസാനം 1000 വർഷങ്ങൾ തികയാൻ 10 വർഷം ശേഷിക്കെ ഒരു ദിവസം ദിതി ഇന്ദ്രനോടായി ഇങ്ങനെ പറഞ്ഞു: ഇന്ദ്ര, ഇനി വെറും 10 വർഷം കൂടി കഴിഞ്ഞാൽ നിന്റെ അനുജൻ ജനിക്കും. നോക്കിക്കോ. ജനിക്കാൻ പോകുന്നത് തൻ്റെ കാലനാണെന്ന വിവരം ഇന്ദ്രന് നേരത്തെ അറിയാമായിരുന്നെങ്കിലും ദിതി പറയുന്നത് കേട്ടുനിന്നല്ലാതെ ഇന്ദ്രൻ മറുത്തൊന്നും പറഞ്ഞില്ല. നട്ടുച്ച സമയമായപ്പോഴേക്കും വെയിലിന് തീഷ്ണതയേറി. ചൂട് സഹിക്കവയ്യാതെ ദിതി ക്ഷീണിതയായി. അല്പനേരത്തേക്കൊന്ന് മയങ്ങാമെന്ന് വിചാരിച്ചു. കിടന്നപ്പോൾ അറിയാതെ കട്ടിലിൻ്റെ തലഭാഗത്ത് കാലും കാൽഭാഗത്ത് തലയും വെച്ചാണ് ദിതി ഉറങ്ങിയത്. ഇത് തപസ്സിൻ്റെ അശുദ്ധിക്ക് കാരണമായി. എല്ലാം കണ്ടുനിന്ന ഇന്ദ്രൻ ഉടനെ തന്നെ ദിതിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഗർഭത്തെ വജ്രായുധം ഉപയോഗിച്ച് 7 കഷണങ്ങളാക്കി മാറ്റി. ഗർഭവേദന അനുഭവപ്പെട്ട ദിതി വേദനയാൽ ഉറക്കെ കരയുവാൻ തുടങ്ങി. ഇത് കേട്ട ഇന്ദ്രൻ ഗർഭത്തിലിരുന്നു കൊണ്ട് ദിതിയോടായി മാരുത മാരുത എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അതായത് കരയല്ലേ കരയല്ലേ എന്ന്. ഗർഭത്തെ ഇന്ദ്രൻ നശിപ്പിക്കുമോ എന്ന് ഭയന്ന ദിതി കൊല്ലരുതേ കൊല്ലരുതേ എന്ന് അലമുറയിട്ട് അപേക്ഷിച്ചു. ഉടൻ തന്നെ ചിറ്റമ്മയുടെ ആജ്ഞ പാലിച്ച് ഇന്ദ്രൻ ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് തൊഴുകയോടെ ദിതിയുടെ മുന്നിൽ നിന്നു. ശേഷം എളിമയോടെ ഇങ്ങനെ പറഞ്ഞു:
അമ്മ ഉറങ്ങിയപ്പോൾ കട്ടിൽ തലതിരിഞ്ഞു കിടന്നാണ് ഉറങ്ങിയത്. അതിനാൽ തപസ്സിന് ഭംഗം സംഭവിച്ചു. ഇക്കാരണത്താൽ ഇന്ദ്രഹന്താവായി ജനിക്കേണ്ടിയിരുന്ന ഗർഭത്തെ എനിക്ക് വജ്രപ്രഹരണത്താൽ 7 ഭാഗിക്കേണ്ടി വന്നു. അമ്മ എന്നോട് ക്ഷമിക്കണം. തൻ്റെ ഭാഗത്തുനിന്നും സംഭവിച്ച തെറ്റ് തിരിച്ചറിഞ്ഞ ദിതി ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ഇന്ദ്ര, നീ നിന്റെ കർമ്മം ചെയ്തു. തെറ്റ് എൻ്റെ ഭാഗത്താണ്. വ്രതഭംഗം വരുത്തിയത് ഞാനാണ്. അതിനാൽ ഈ ശിക്ഷ എനിക്ക് സ്വീകാര്യമാണ്. എൻ്റെ ഈ 7 സന്താനങ്ങൾക്ക് നീ ദിവ്യത്വം നൽകണം. എൻ്റെ ഗർഭത്തിലിരുന്ന് എന്നോട് മാരുത മാരുത എന്ന് നീ ആവശ്യപ്പെട്ടതിനാൽ ഇവർ 7 മരുത്തുക്കളായി അറിയപ്പെടട്ടെ. ദിതിയുടെ ആഗ്രഹമറിഞ്ഞ ഇന്ദ്രൻ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ദിതിയെ സാന്ത്വനപ്പെടുത്തി. അങ്ങനെ ഇന്ദ്രഹന്താവായി ജനിക്കേണ്ടിയിരുന്ന സന്താനം ഇന്ദ്രൻ്റെ സഹചരന്മാരായ മരുത്തുക്കളായി മാറി. അന്ന് സന്താനേച്ഛയോടെ ദിതി തപസ്സനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഇന്ന് ഈ വൈശാലി എന്ന പ്രദേശം. സൂര്യവംശ സ്ഥാപകനായ ഇക്ഷാകുവിന് തൻ്റെ പത്നിയായ അലംബുഷയിൽ ജനിച്ച മകനാണ് വിശാലൻ. ഈ വിശാലൻ്റെ പേരിലാണ് ഈ സ്ഥലം വൈശാലി എന്നറിയപ്പെടുന്നത്. ബുദ്ധ ജൈനമതങ്ങൾക്ക് കേന്ദ്രമായി വളരെ പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് വൈശാലി. ഇന്നും ഈ സ്ഥലം ഇതേ പേരിൽ നിലകൊള്ളുന്നു. കഥയിലെ ഗുണപാഠം എന്തെന്നാൽ കിടക്കയിൽ ഒരിക്കലും തലതിരിഞ്ഞ് കിടന്നുറങ്ങരുത്. കട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കട്ടിലിൻ്റെ തലഭാഗത്ത് കിടക്കുന്നയാളുടെ തലയും കാൽഭാഗത്ത് കാലും വെച്ച് വേണം കിടന്നുറങ്ങുവാൻ. ഇക്കാര്യം അറിയാതെയാണെങ്കിലും ഇതിന് വിപരീതമായി കിടന്നുറങ്ങിയതുകൊണ്ട് അസുരമാതാവായ ദിതിക്ക് താൻ 990 വർഷങ്ങൾ ചെയ്ത കൊടും തപസ്സിനെ നിമിഷനേരം കൊണ്ട് നിഷ്ഫലമാക്കാൻ ഇടയാക്കി. അപ്പോൾ നമ്മൾ കട്ടിൽ കിടന്നുറങ്ങുമ്പോൾ തലതിരിഞ്ഞ് കിടന്നുറങ്ങരുത്, പ്രത്യേകിച്ചും ഗർഭിണിയായ സ്ത്രീകൾ. പഴയ തലമുറയിലെ ആൾക്കാർ നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അന്ധവിശ്വാസമായി തോന്നാം. ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയില്ലാതെ പഴമക്കാർ പറയില്ലല്ലോ. പഴയ കാലങ്ങളിൽ അവർക്ക് അനുഭവസിദ്ധമായ കാര്യങ്ങൾ പുതുതലമുറയ്ക്കായി കഥാരൂപത്തിലാണ് അവർ പുരാണങ്ങളിലും മറ്റും എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.